എൻ്റെ കൂട്ടുകാരൻ തെക്കേപ്പുറത്തെ രായൂട്ടം പറയുന്ന സെറ്റപ്പ് ദയവ് ഇത് മനസ്സിലാക്കുക. അത് പ്രായം കൂടി വരുമ്പോൾ ഉള്ള ഒരു ഫേസ് മാത്രമാണ്. ദേ ആർ ഓൺ എ ട്രാൻസിഷണൽ ഫേസ്. ഡസൻ മാറ്റർ അത് കൊച്ചാണോ വലുതാണോ ചെറുതാണോ ഭാര്യയാണോ ഭർത്താവാണോ അപ്പനാണോ ഡസൻ മാറ്റർ. നമ്മുടെ ഡിഗ്രി ലെവലിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായത്. എൻ്റെ പട്ടണത്തെ കടന്ന് നരകിച്ച് പോകത്തേ ഉള്ളൂ. ഇങ്ങനെയല്ല ഇത് ചെയ്യണ്ടേ. മക്കളെ അടിച്ചു വളർത്തുന്നവൻ കുടവണ ഉണ്ടാക്കുന്നു, മറ്റവനെ അമ്മയെ ബഹുമാനിക്കുന്നവനെ ഇന്നതുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. ശിക്ഷണത്തിൽ വളർത്തണം. പ്രഭാഷകൻ്റെ പുസ്തകം ബാഡ് ആപ്പിൾസ് കാണും. ആ ബാഡ് ആപ്പിൾസിന് ഈ പിള്ളേർ തിരിച്ചറിയാൻ വലിയ കഴിവൊന്നുമില്ല. നാട്ടുകാർ എന്ത് പുല്ലും വിചാരിക്കട്ടെന്ന് പറയാൻ ഭൂരിഭാഗം പേരൻസിനും പറ്റത്തില്ല. നമ്മുടെ കൾച്ചറിനകത്ത് നമ്മൾ ഉടനെ അപ്പനോട് അമ്മയോട് പോയി അച്ഛാ എനിക്ക് ഇതിൻ്റെ അബദ്ധം പറ്റി, ഇങ്ങനൊരു സംഭവം എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ അച്ഛാ എന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഇവരിത് പറയും. നമുക്കൊരു പ്രായം, ഒരു ടീനേജ് പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും വലിയ അടുപ്പം, അത് എൻ്റെ അങ്കിള് ആൻറ്റി, എൻ്റെ അച്ചായൻ അച്ചച്ചൻ അപ്പച്ചൻ എല്ലാവരും പറഞ്ഞതിനെക്കാട്ടിലും അടുപ്പം എൻ്റെ കൂട്ടുകാരൻ തെക്കേപ്പുറത്തെ രായൂട്ടം പറയുന്ന സെറ്റപ്പ്, അല്ലെങ്കിൽ മറ്റിടത്തെ ജോയ്മോൻ പറഞ്ഞ സെറ്റപ്പ്, ഇതിന് നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? പിയർ ഗ്രൂപ്പ് ഈസ് മോർ അഡ്വാൻസ്ഡ്, അല്ലെങ്കിൽ മോർ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദിസ് ഏജ് അല്ലേ. നിങ്ങളും ഞാനും എല്ലാം അനുഭവിച്ചാണ് ചെറുപ്പത്തിൽ. ഇവിടെ അത് ഭയങ്കര കൂടുതലാണ്. അത് കാരണം എല്ലാം ഓട്ടോണമസ് ആയിട്ട് ജനിച്ചു വരുന്ന പിള്ളേരാണ്. അവനവൻ്റെ തീരുമാനങ്ങൾ എടുക്കാനും അവനവൻ്റെ തീരുമാനങ്ങൾ ദിസ് ഈസ് മൈ റൈറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് എന്ന് പറയാൻ ചെറുപ്പത്തിലേ ശീലിക്കുന്ന പിള്ളേർ. നമ്മുടെ നാട്ടിൽ അങ്ങോട്ട് കൾച്ചറില്ല. ഇങ്ങനെ വരുന്ന പിള്ളേരെ കുറിച്ച് നമ്മുടെ കൊച്ചു പഠിക്കുകയും ഉറങ്ങുകയും കറങ്ങുകയും ലോകത്തുള്ള സാര പരിപാടിയും ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൊച്ചിന് മനസ്സിലാകുന്ന കൾച്ചറും ഈ കൊച്ചിന് മനസ്സിലാകുന്ന രീതികളും അതാണ്. സ്വാഭാവികമായിട്ടും ഈ ടൈപ്പിലുള്ള പിയർ ഗ്രൂപ്പിനോട് ഈ കൊച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അവനവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന, അവനവൻ്റെ കാര്യങ്ങൾ വേണമെന്നോ വേണ്ടെന്നോ പറയാൻ കഴിയുന്ന കുട്ടികൾ. ഇത്തരം ഒരു പിയർ ഗ്രൂപ്പിനകത്ത് നിന്നുകൊണ്ട് ഈ കൊച്ചു നിങ്ങളോട് ബിഹേവ് ചെയ്യുമ്പം നിങ്ങളെപ്പോഴും ലോ സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡിൽ ബിഹേവ് ചെയ്യുന്ന ഈ കൊച്ചിന് തോന്നിക്കൊണ്ടിരിക്കും. അതിൻ്റെ തെറ്റല്ല, നിങ്ങളുടെയും തെറ്റല്ല. ദയവ് ഇത് മനസ്സിലാക്കുക. അത് പ്രായം കൂടി വരുമ്പോൾ ഉള്ള ഒരു ഫേസ് മാത്രമാണ്. ദേ ആർ ഓൺ എ ട്രാൻസിഷണൽ ഫേസ്. അവർ വിചാരിക്കുന്നത് അവരുടെ പിയർ ഗ്രൂപ്പ് ഈസ് ബെറ്റർ ദാൻ പേരൻസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് ചിന്തിക്കുന്നു. ദേ ആർ ട്രൈങ് ടു ആക്ട് ഓൺ ഇറ്റ്. After a few incidents, they will realize how funny and how tangible the decisions or kind of repercussions due to a decision. അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ ഈ പിയർ ഗ്രൂപ്പിന് സ്വാധീനം മൂലം എടുക്കുന്ന തീരുമാനങ്ങൾ മൂലം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളും ലാഭങ്ങളും അവർ സ്വയം തിരിച്ചറിയും. നമ്മളും പഠിച്ചത് അങ്ങനെയാണ്, ഇവരും അത് പഠിക്കും. നമ്മുടെ കൾച്ചറിനകത്ത് നമ്മൾ ഉടനെ അപ്പനോട് അമ്മയോട് പോയി അച്ഛാ എനിക്ക് ഇതിൻ്റെ അബദ്ധം പറ്റി, ഇങ്ങനൊരു സംഭവം എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ അച്ഛാ എന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഇവരിത് പറയും. ഇവർ പിന്നീട് നമ്മോട് സംസാരിക്കും. നിങ്ങൾ പിള്ളേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പേരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംസാരിച്ചാൽ മതി. അവർ പറഞ്ഞു തരും അവർക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ എന്തുവാണ്, ആ കൂട്ടുകാരെ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തതിനകത്ത് എനിക്ക് പറ്റിയ മണ്ടത്തരം എന്തുവാണ്, ഹൗ മൈ ഗ്രൂപ്പ് ഈസ് ലുക്കിംഗ് അറ്റ് മീ നൗ, എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, ഇതൊക്കെ ഇവർ തുറന്ന് സംസാരിക്കും നമ്മോട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലെവലിലോട്ട് നിങ്ങളുടെ ഒരു വർത്തമാനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. ദേ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പിന്നെ ഇവിടുത്തെ ഭൂരിഭാഗം പേരും കേൾക്കുന്ന ഒരു വസ്തുക്കളുള്ളതാണ് എൻ്റെ ആങ്കൊച്ചായിക്കോട്ടെ പെങ്കൊച്ചുകൾക്കിടയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുപിടുന്നത്. അതുകൊണ്ട് എടുത്ത് പറയുന്നത്, എൻ്റെ കൊച്ച് ഈ കൈയില്ലാത്ത ബനിയനും ഈ മൈക്രോ മിനി പോലത്തെ ഡ്രസ്സ് വിട്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ പിള്ളേരോട് നമ്മൾ ദേഹം വളരുന്ന പിള്ളേരോടാണ് ഈ സമയത്ത് ടീനേജ് പ്രായത്തിൽ. നമ്മുടെ പേരൻസിൻ്റെ ഒരു കുഴപ്പമാണ്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്, ഞങ്ങൾ 4 പേര് കാണണ്ടാണ്. എൻ്റെ കൊച്ച് അതുപോലത്തെ കുട്ടിനിക്കർ ഇട്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്നാ വിചാരിക്കും. നാട്ടുകാർ എന്ത് പുല്ലും വിചാരിക്കട്ടെന്ന് പറയാൻ ഭൂരിഭാഗം പേരൻസിനും പറ്റത്തില്ല. കാരണം അവർ വളർന്നു വന്നിരിക്കുന്നത് എങ്ങനെ നാട്ടുകാരെ കാണിക്കണം, എന്താണ് നാട്ടുകാരെ കാണിച്ചുള്ള ജീവിതം എന്ന് മാത്രം കാണിക്കാനാണ് അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. സ്വാഭാവികമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പള്ളിയുടെയോ ഒരു സമാജത്തിൻ്റെയോ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഒരു സംഘത്തിൻ്റെയോ ഭാഗമായിട്ട് നിൽക്കുമ്പം അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ മൂലമാണ് ഇവർ മറ്റുള്ളവരെല്ലാം വിലയിരുത്തുന്നത്. അല്ലാതെ അവർ അടുത്തുള്ള ഐറിഷുകാരനെയോ ഇംഗ്ലീഷുകാരനെയോ ഇറ്റലിക്കാരനെയോ കൂട്ടുകൂടിയിട്ട് അവൻ്റെ കൂടെ പോയി പാർട്ടിക്ക് പോവോ അവൻ്റെ കൂടെ കാര്യങ്ങൾ ചെയ്യുമോ അല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ ഇവിടെ വരുന്ന കൾച്ചറിനകത്തെ മാതാപിതാക്കന്മാരുടെ കുഴപ്പമെന്ന് ഞാൻ പറയും. ഏറ്റവും ബേസിക് കുഴപ്പം ഇതാണ്. നിങ്ങൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യത്തേയില്ല. നിങ്ങൾ എന്ത് കൾച്ചറിൽ നിന്നാണ് വന്നത് ആ കൾച്ചർ ഇവിടെ വീണ്ടും ഉണ്ടാക്കാൻ അതിൻ്റെ ഏറ്റവും ഇവിടെ നിങ്ങൾ വന്നു കേട്ട സ്ഥലത്ത് ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ അടുത്ത കുടി സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. കുരിശ് നാട്ടി കൊന്നു സ്വന്തമാക്കുക എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി അതേ സാധനം നിങ്ങൾ ഇവിടെയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പിള്ളേരുകളെ നിങ്ങളുടെ ഈ കൾച്ചറിനകത്തെ ആൾക്കാരുടെ സമഗ്രൂപ്പുകളുടെ പോലത്തെ വളർത്തണം. അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് കയ്യടി കിട്ടാൻ വേണ്ടി നിങ്ങളെ വീണ്ടും പറഞ്ഞ് ഇടിപ്പിക്കുന്നിരുന്നേ ഉള്ളൂ. ചുരിദാറും അല്ലെങ്കിൽ വേറെയുള്ള സംഭവങ്ങളും പോട്ടെ, ഇനി ജീൻസ് ടോപ്പ് ആണെങ്കിൽ തന്നെ ഇവിടം വരെ നിങ്ങളുള്ള ബ്ലൗസും ഷർട്ടും താഴെ വരെ നിങ്ങളുള്ള ഒരു ബാഗി ജീൻസ് ഇടിപ്പിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വളർത്തുന്നു. ഡു യു തിങ്ക് ദേ ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്? അല്ല. നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ? അവർക്കത് വേണ്ട. അപ്പം നിങ്ങളുടെ കണ്ണ് മാറുന്നിടത്തുനിന്ന് അവർക്കത് മാറ്റാൻ പറ്റും. നമ്മളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവർ നിങ്ങളുടെ കണ്ണ് വെട്ടിയ സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങുന്നു.
അവർ അന്നേരം അവളുടെ കൂട്ടുകാരി കുട്ടിനിക്കർ കൊണ്ടുവരും, അവൾ കുട്ടിനിക്കർ ഇടും, കുഞ്ഞ് വെട്ടുള്ള സാധനം ഇട്ട് ചിലപ്പോൾ പ്രാഭാഗത്തുള്ള ഹൈറ്റ് ഇട്ടുകൊണ്ട് പോകും. അത് പിന്നീട് അറിഞ്ഞിട്ടോ കണ്ടിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൊച്ചിനെ സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ആ ഗൈഡൻസ് കൊടുക്കില്ല. പകരം നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ബോക്സ് വരച്ചിടും. ഈ ബോക്സിനകത്ത് ജീവിച്ചാമെന്ന് പറയും. അത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു തുടങ്ങി, അത് കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങി, കള്ളങ്ങൾ ചെയ്തു തുടങ്ങി. എന്തിനായിരുന്നു? ഇത്രയും വലിയ അന്താരാഷ്ട്ര ടോപ്പിക്ക് വല്ലതുമാണോ ഇത്? അല്ല, സിമ്പിൾ കാര്യമായിരുന്നു. പക്ഷെ നിങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ലെവൽ കൂടിക്കഴിയുമ്പോൾ കൊച്ചുങ്ങൾ അതിന് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യും. എല്ലാ ടീനേജ് പ്രായത്തിൻ്റെ പ്രത്യേകതയാണത്. ഇത് പിന്നെ ഇതിനകത്തൊരു കുഴപ്പമൊന്നുമില്ല. ഇത്തരം കള്ളത്തരങ്ങൾ കൂടി വരുമ്പം ഇവർക്ക് കൂട്ടത്തിൽ വരുന്ന പിയർ ഗ്രൂപ്പിനകത്ത് ഒത്തിരിയേറെ കള്ളനാണയങ്ങൾ കാണും, ബാഡ് ആപ്പിൾസ് കാണും. ആ ബാഡ് ആപ്പിൾസിന് ഈ പിള്ളേർക്ക് തിരിച്ചറിയാൻ വലിയ കഴിവൊന്നുമില്ല. നിങ്ങളുമായിട്ടൊരു എല്ലാം തുറന്ന് പറയാൻ പറ്റുന്നൊരു ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പിള്ളേർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. എന്ത് പരിപാടി അവൻ കാണിച്ചു, എന്താ അങ്ങനെ എൻ്റെ കൊച്ചിന് വീട് കൊടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വേപ്പ് വലിക്കാൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ 100 കൂട്ടം ഉടായ്പകൾ ഈ ലോകത്ത് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകുന്നു? ഈ കുട്ടികൾ നമ്മളോടുള്ളവർ ആദ്യത്തെ കാലത്ത് തന്നെ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ? അത് പറയൂല, പറയാൻ സമ്മതിക്കില്ല, കമ്മ്യൂണിക്കേഷൻ ചാനൽ കൊടുക്കില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. ശിക്ഷണത്തിൽ വളർത്തണം. പ്രഭാഷകൻ്റെ പുസ്തകം വേറെ സ്ഥിരം ഡയലോഗ് കേൾക്കുന്ന അതുകൊണ്ട് പറയാം. സുഭാഷിതങ്ങൾ ഇങ്ങനത്തെ കുറേ കുടുംബ സാധനങ്ങളുണ്ട് ബൈബിളിനകത്ത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ഭൂരിഭാഗം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കകത്ത് ഞാൻ കണ്ടുവരുന്നൊരു പ്രശ്നമാണിത്. മക്കളെ അടിച്ചു വളർത്തുന്നവൻ കുടവണ ഉണ്ടാക്കുന്നു, മറ്റവനെ അമ്മയെ ബഹുമാനിക്കുന്നവനെ ഇന്നതുണ്ടാക്കുന്നു, അപ്പനെ ഇങ്ങനെ ബഹുമാനിക്കുന്നവനെ ദൈവം ഉണ്ട ഉണ്ടാക്കി തരുന്നു. എൻ്റെ പൊന്നു ടീമുകളെ, ഇതൊക്കെ നിങ്ങൾ നാളെ ഒരു കാലത്തെ കാര്യമല്ലേ പറഞ്ഞേ? ചത്ത് മണ്ണടിഞ്ഞിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ? നിങ്ങളിവിടെ ജീവിക്കുമ്പോഴത്തെ കാര്യം ഡീൽ ചെയ്യും. അല്ലാതെ അപ്പനെ കൂപ്പുണ്ടാക്കുന്ന 20 നൂറ്റാണ്ട് മുമ്പ് എടുത്തിട്ട് എഴുതി വെച്ച സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പിള്ളേരെ വളർത്താൻ ശ്രമിക്കാതെ ആ ബേസിക് കൺസെപ്റ്റ് മാത്രം എടുക്കുക, അവർ പറഞ്ഞ അർത്ഥം എടുക്കുക. അല്ലാതെ അത് മക്കളെ തല്ലി വളർത്തുന്നവൻ, ശിക്ഷിച്ച് വളർത്തുന്നവൻ നാളേക്ക് വേണ്ടി പട്ടുന്നത്തെ എഴുതി വെക്കുന്നത്രേ. നിൻ്റെ പട്ടുന്നത്തെ കിടന്ന് നരകിച്ച് പോകത്തേ ഉള്ളൂ. ഇങ്ങനെയല്ല ഇത് ചെയ്യണ്ടേ. ശിക്ഷിക്കരുത് നല്ല അർത്ഥം. ശിക്ഷ എന്നുള്ള വാചകത്തിൻ്റെ ഡെഫിനിഷൻ മാറിപ്പോയി. എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എന്ന് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ വിചാരിച്ചിരുന്ന എൻ്റർടൈൻമെൻറ്റ്. ഞാനും നിങ്ങളൊക്കെ ഇപ്പം ഞാൻ 80s കിഡ്സാണ്. ആ കാലത്തുണ്ടായിരുന്ന എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നത്തെ ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് എന്തെങ്കിലും കളിക്കാൻ പോകുന്നു. അതൊന്നും ക്രിക്കറ്റ് വളരെ വ്യാപകമായിട്ടില്ല. നമുക്ക് തോട്ടിച്ചാടാൻ താല്പര്യം ഉണ്ടായിരുന്നു, മരം കയറാൻ പോകുമായിരുന്നു, ആഞ്ഞിരിക്കാൻ പറിക്കാൻ പോകുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എണ്ണുമായിരുന്നു. അതേ സംഭവം 10 വർഷം കഴിഞ്ഞ് നമ്മളൊക്കെ 10ാം ക്ലാസ്സിലെ പ്രീ ഡിഗ്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മാറിയില്ലായിരുന്നു. ഭൂരിഭാഗം സ്ഥലങ്ങൾക്കകത്തും ഒരു റബ്ബർ തോട്ടത്തിനിടയ്ക്ക് നീളത്തിൽ സ്ട്രിപ്പ് കിട്ടിയാൽ അവിടെ നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ഈസ് ചേഞ്ച്ഡ്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ഡെഫിനേഷൻ മാറിയപോലെ തന്നെ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേരൻറ്റിങ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ സ്റ്റൈലുകൾ, മാനറിസംസ് മാറിയിട്ടുണ്ട്. അത് ദയവ് ഇതൊന്ന് അഡാപ്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ എന്നെ അന്ന് അപ്പം വളർത്തിയവരെ ഞാൻ ഈ പിള്ളേരെ വളർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. ബേസിക്കലി എന്താണ് സൊല്യൂഷൻ? ഈ പിള്ളേരെ ഓട്ടോണോമസ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഇട കൊടുക്കുക. അവരെ അവരുടെ കാര്യം നിർത്തി ഓട്ടോണോമിക്കായിട്ട് അവരെ ജീവിക്കാൻ നിങ്ങളൊന്ന് പഠിപ്പിക്കുക. അവനവൻ്റെ തീരുമാനങ്ങൾ അവനവനെടുക്കുകയും അതിലെ തെറ്റ് ശരി അവനവൻ തന്നെ ഫേസ് ചെയ്യുകയും ചെയ്ത സിറ്റുവേഷൻ ഇവരെ കൊണ്ടിട്ടാൽ മതി. അവർ തന്നെത്താൻ പഠിക്കും. ഈ അവനവൻ്റെ കാര്യം ഡിപ്പെൻഡൻസ് ഒഴിവാക്കുക നല്ല പറഞ്ഞത് കേട്ടോ. ഡിപ്പെൻഡൻസ് ഒഴിവാക്കാൻ ഈ പിള്ളേരെ കൊണ്ട് പറ്റത്തുമില്ല. ഇങ്ങനെ ഓട്ടോണോമിക്കായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരെ പഠിപ്പിക്കുമ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ എത്തുമ്പോൾ ഹെൽപ്പ് ചോദിക്കാനൊക്കെ ഇവർ തന്നെത്താൻ പഠിക്കും. ആ ഒരു ലെവലോട്ട് ആദ്യം ഇവർക്കൊരു ഗൈഡൻസ് കൊടുക്കേ. ഈ ഒരു സംഭവം നമ്മുടെ കാലത്ത് നമ്മൾ താമസിക്കും. നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞും അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിയുമ്പം നമ്മുടെ ഡിഗ്രി ലെവലിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായത്, അല്ലേ? ചെറുപ്പകാലത്ത് നമുക്കല്ലാതെ എത്രയും ചോയ്സുകൾ നമുക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുമായിരുന്നു? ഇല്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഒരാൾ നല്ലൊരു ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയപ്പോൾ മുതൽ അവൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും നാളും ഈ പെങ്കൊച്ച് ജീവിച്ചത് മൊത്തം അമ്മ തന്നെ പറയുന്നു. അമ്മയാണ് ഡ്രസ്സ് വരെ, അണ്ടർവെയർ ഗാർമെൻറ്റ്സ് വരെ എടുക്കുന്ന അമ്മയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കൊച്ച് സ്വന്തമായിട്ട് ജോലിക്ക് കയറി വേറൊരു രാജ്യത്ത് വന്ന് ജീവിച്ചു തുടങ്ങി, കയ്യിലിഷ്ടം പോലെ കാശായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് വെച്ച്. അങ്ങനെയാണ് ജീവിതം പഠിച്ചു തുടങ്ങിയ ഭൂരിഭാഗം പിള്ളേരും, അല്ലേ? അങ്ങനെയാണോ നിങ്ങൾക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ ഓട്ടോണോമിക് ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റി കിട്ടുന്നത്? അങ്ങനെയാണോ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞത് കിട്ടുവാണോ വേണ്ടേ? അല്ല. അങ്ങനെ കിട്ടുന്നവർക്ക് ഒത്തിരി തെറ്റുകൾ പറ്റും, ഒത്തിരി അബദ്ധങ്ങൾ പറ്റും. അവർ ചിലപ്പം പലയിടത്തും ലക്കിയായിട്ടുള്ളൊരു രക്ഷപ്പെട്ടു പോകും. അല്ലാത്തവരൊക്കെ ജീവിതം മുഴുവൻ ഓർത്തിരിക്കുന്ന ട്രോമകൾ കത്ത് വീഴും. പടിപടിയായിട്ട് ഇത് വരണ്ടേ, പടിപടിയായിട്ട്. 2ാം ക്ലാസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് കപ്പാസിറ്റി കൊടുക്കണം. 5ാം ക്ലാസ്സിൽ തീരുമാനങ്ങൾ തീരുമാനിക്കാൻ കപ്പാസിറ്റി കൊടുക്കണം. 10ാം ക്ലാസ് ആകുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ വിവരവും നോളജും വലിപ്പവും മണ്ണും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് 10ാം ക്ലാസ്സിൻ്റെ വിവേകമില്ല. അപ്പോൾ അവന് 8ാം ക്ലാസ്സിൻ്റെയും
9ാം ക്ലാസ്സിന് ഇടയ്ക്കുള്ള ലെവലുള്ള തീരുമാനങ്ങളെ കൊടുക്കാവുള്ളൂ. അല്ലാതെ അവനോട് പറയരുത് നീ നാളെ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രത്തിന് പോയിട്ട് വാ, അല്ലെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നീ സ്കോട്ട്ലൻഡിന് ഒറ്റയ്ക്ക് പോയിട്ട് പോകും. അവനോട് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഇതുകൊണ്ടാണ് പറഞ്ഞത് വിവേകം എന്നൊരു സംഭവം ഉണ്ട് ഇതിനിടയ്ക്ക്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ കോച്ചിൻ്റെ കപ്പാസിറ്റി എന്ത് മാത്രം ഉണ്ടെന്നുള്ളത്. അതുകൂടെ ബേസ് ചെയ്ത് നിങ്ങൾ ഓട്ടോണോമിക്കായിട്ട് ഇവരുടെ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. ഈ പിള്ളേർ വളർന്നു വരുന്നതിനകത്ത് അത് പടിപടിയായിട്ട് വേണം. ഓരോ പ്രായത്തിനും അതനുസരിച്ചായിട്ട് ആ സംഭവം കൊടുക്കണം. നമ്മൾ കയറയച്ച് വിടുക എന്ന് പറയും. ആ കയറയച്ച് വിടണം. അങ്ങനെയാണ് പട്ടങ്ങൾ പറക്കേണ്ടത്. അല്ലാതെ പട്ടം ബ്യൂട്ടിഫുള്ളാണ്, വില കൂടിയതാണ്, പ്രഷ്യസ് ആണ്, എനിക്ക് വളരെ ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയ പട്ടമാണ്, പക്ഷേ അത് ഞാൻ പറത്തൂല്ല. ഞാനിവിടെ ഈ കെട്ടിയിട്ട് ഈ പെട്ടിക്കകത്ത് വെക്കും ജീവിതം മുഴുവൻ. കാരണം ഞാനിതിനെ സൂക്ഷിക്കുക. മോളിൽ പറഞ്ഞാലല്ലേ എന്നിട്ട് വെട്ട് കിട്ടൂ, മോളിൽ പറഞ്ഞാലല്ലേ അത് കൈവിട്ട് പോകത്തുള്ളൂ. കാറ്റടിച്ചാൽ പക്ഷി കൊത്തിയാലല്ലേ പട്ടം ഇല്ലാതാകത്തുള്ളൂ. അതിനൊന്നും പറ്റ ഞാൻ സമ്മതിക്കില്ല. ഞാനിവിടെ കെട്ടിവെക്കും. ഡു യു തിങ്ക് ആ പട്ടം ഉണ്ടാക്കിയ ലക്ഷ്യത്തിന് വേണ്ടി ഇത് ജീവിച്ചെന്ന് തോന്നിയോ? ഇല്ല. ആ പട്ടം എന്നും ഒരു പേപ്പർ കഷ്ണമായിട്ട് ഇവിടെ ഇരുന്നു. അതിൻ്റെ ജീവിതം ഒരു പേപ്പർ കഷ്ണമായിട്ട് അവസാനിക്കും. നിങ്ങൾ ശരിക്കും ചെയ്തത് എന്തുവാ? പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്തത്. ആ പട്ടത്തിന് ആ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. അതിനെ കയറയച്ച് വിട്ടാലല്ലേ അതിനെ പറക്കാൻ പറ്റൂ. കയറയച്ച് വിട്ടാലല്ലേ അതിന് ആകാശത്തിൻ്റെ അതിരുകൾ കാണാൻ പറ്റൂ. എന്നാലല്ലേ അതിന് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ സ്വന്തം പട്ടം എനിക്ക് സ്വന്തമായിട്ട് എനിക്കത് സംരക്ഷിക്കണമെന്ന് തോന്നി ഞാൻ സംരക്ഷിക്കുന്നു. അത് പെട്ടിക്കകത്ത് പൂട്ടി വെച്ച് പറക്കാൻ വിടാതെ ഞാൻ സംരക്ഷിക്കുന്നു. ദിസ് ഈസ് വാട്ട് UK പേരൻറ്റിങ് ഈസ്. അല്ലെ മലയാളികളുടെ UK പേരൻറ്റിങ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഭൂരിഭാഗത്തും നിങ്ങൾ ഇവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഇവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും ചെയ്യുമ്പം അവർക്ക് നിങ്ങളിലുള്ള ട്രസ്റ്റ് കൂടും. നിങ്ങൾ ഒരു തെറ്റിൻ്റെ ഭാഗത്ത് അവരെ അവഗണിക്കാനോ അല്ലെ അവരോട് സംസാരിക്കുന്നതെന്നും അല്ല അർത്ഥം. ചിലപ്പോൾ തെറ്റുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് രൂക്ഷമായിട്ട് പ്രതികരിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു, അന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇത് തെറ്റായിരുന്നു, നീ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. സ്റ്റേറ്റ് ഇറ്റ് ബി ഫാക്ച്വൽ. അല്ലാതെ അവരെ പ്രീതിപ്പെടുത്താനല്ല നിങ്ങൾ ജീവിക്കുന്നത്. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയാം. പക്ഷേ ആ തീരുമാനം അവരായിരുന്നു എടുത്തത്. അതെടുത്ത് കാണിക്കുക, നീ എടുത്ത തീരുമാനമാണിത്, ഇതുകൊണ്ട് ഇന്ന തെറ്റുണ്ടായി. ഉടനെ അതിനെ പണിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനോട് നിങ്ങൾ സംസാരിക്കുക. കുട്ടിയോട് സംസാരിച്ച് കഴിയുമ്പോൾ അതിന് മനസ്സിലാവും ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തിൽ ഇങ്ങനെ മണ്ടത്തരം പറ്റി. ഷീ വിൽ അക്സെപ്റ്റ് ഇറ്റ്, ഹി വിൽ അക്സെപ്റ്റ് ഇറ്റ്. അത് ഗ്രാജ്വലി ആ പിള്ളേർ ചിന്തിക്കും ഐ ക്യാൻ ട്രസ്റ്റ് മൈ ഡാഡ്, ഐ ക്യാൻ ട്രസ്റ്റ് മൈ മം. അവരോട് ഞാൻ വന്ന് എൻ്റെ തെറ്റ് ഐ ഫെയിൽഡ് ഓൺ സംതിങ് എന്ന് പറയുമ്പോൾ ദേ ഡിഡ്ന്റ് ഫൈറ്റ് ഓൺ മീ, ദേ ഡിഡ്ന്റ് അറ്റാക്ക് മീ, they tried to correct me and guide me. Okay, my dad's temperament is a bit dramatic. He will be shouting, he will be bombarding, but still he didn't punish me for that. He explained me what happened. ഇല്ലേ? അപ്പോൾ ആ പിള്ളേർക്ക് മനസ്സിലാണ്ട് എന്തുവാ? യെസ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോട് എനിക്കിപ്പോൾ ചോദിക്കാം, എൻ്റെ അമ്മയോട് എനിക്കിപ്പോൾ ചോദിക്കാം. ഇറ്റ് ബിൽഡ്സ് എ ട്രസ്റ്റ്. അതൊരു കോർ പാർട്ടാണ് പേരൻറ്റിങ്ങിനകത്ത്. അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഇത്തരം പിള്ളേരുടെ ഏറ്റവും വലിയ ഗുണം ഇവർ ചെറുപ്പം മുതലേ അവനവൻ്റെ കാലിൽ നിന്ന് നോ എന്ന് പറയാൻ പഠിക്കുന്നതാണ്. മറ്റുള്ളവരോടും ജീവിതത്തോടും നോ എന്ന് പറയേണ്ട എവിടെ വെച്ചാണ് ഇവർ പഠിക്കും. അത് കിട്ടാത്തതാണ് നമ്മുടെ നാട്ടിലെ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പം. നമ്മുടെ ഭൂരിഭാഗം പിള്ളേർക്ക് എവിടെ നോ എന്ന് പറയണമെന്ന് അറിയത്തില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ട എവിടെയാണെന്ന് അറിയത്തില്ല. എനിക്കൊരു സംഭവം ഗീവപ്പ് ചെയ്യണമെങ്കിൽ അത് എവിടെ വെച്ച് ഗീവപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു റൂട്ട് തെറ്റാണെങ്കിൽ ആ റൂട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ അവർക്ക് അറിയത്തില്ല. കാരണം ദേ ആർ ട്രെയിൻ ടു ബി വർക്കേഴ്സ്. ഒരു ഒബീഡിയൻറ്റ് വർക്കറാകാൻ, ഒരു ഒബീഡിയൻറ്റ് ചൈൽഡാകാൻ, ഒരു ഒബീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു കെയറിങ് ഹസ്ബൻഡോ വൈഫോ ആകാൻ വേണ്ടി മാത്രം പരിശീലിപ്പിക്കേണ്ട ആത്മാക്കളാണ് നമ്മൾ. അങ്ങനെയല്ല ഇവിടുത്തെ പിള്ളേർ. നമ്മുടെ പിള്ളേരും അങ്ങനെ ആകാനല്ല പോകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് മാത്രം ഇത്ര സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുക. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കഴുകി വെച്ച പാത്രം തുടയ്ക്കാൻ മാത്രം പഠിപ്പിക്കുക. അല്ലാതെ പാത്രം ഇപ്പോൾ ഇരുന്ന് സോപ്പിട്ട് കഴുകാൻ പഠിപ്പിക്കരുത്. അപ്പോൾ അത് അതിൻ്റെയും തെന്നി വീണ് പൊട്ടിയെന്ന് വരും. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ചെയ്യേണ്ടത് പാത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കി അകത്ത് കയറ്റി വെക്കുക എന്നുള്ളതാണ്. അല്ലേ? ആണ്. 7ാം ക്ലാസ്സിലാകുമ്പം ആ കൊച്ചിന് ഈ പറഞ്ഞ പോലെ നമ്മളൊരു കടയിൽ ചെല്ലുന്നു, അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കണം. അതിൻ്റെ സാധനം കൊണ്ടിട്ട് നമ്മൾ ലിസ്റ്റിനകത്ത് സാധനങ്ങൾ കൊടുക്കുന്നു. ആ സാധനങ്ങൾ നമ്മുടെ കൂടെ നടന്ന് അത് പെട്ടിക്കകത്ത് പെറുക്കിയിട്ട് വെക്കണം. ഇല്ലേ? നമ്മുടെ ഷോപ്പിംഗ് കാർട്ടിനകത്ത് പെറുക്കിയിട്ടിട്ട് നമ്മുടെ കൂടെ പേ ചെയ്യാൻ വരണം. പേ ചെയ്യുന്നത് നമ്മളായിരിക്കും, നമ്മൾ കൂട്ടത്തിൽ കാണും. ബട്ട് ട്രെയിൻ ഹെയർ ഫോർ ദാറ്റ്. എങ്ങനെ സാധനങ്ങൾ എടുക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇല്ലേ? അതോ നിങ്ങൾ ഈ ജീവിതം മുഴുവൻ കൊച്ചി യൂണിവേഴ്സിറ്റി പോകുന്നതിന് വരെ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂണിവേഴ്സിറ്റി പോകുന്നു, എന്നാണിത് പഠിക്കുന്നത്? ഏത് ഹാം വാങ്ങിക്കണം, എന്ത് ചീസ് വാങ്ങിക്കണം, ഏത് പാല് വാങ്ങിക്കണം എന്നന്നാണ് അത് പഠിക്കേണ്ടത്? അല്ല. ഘട്ടം ഘട്ടമായ ഉത്തരവാദിത്തങ്ങൾ അത് മസ്റ്റാണ് ജീവിതത്തിനകത്ത്. അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന പരാജയങ്ങൾക്ക് അത് നേരിടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അല്ലാതെ പരാജയങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ തെറ്റൊന്നുമല്ല. എവ്രിബഡി വിൽ ഫെയിൽ, എവ്രിബഡി വിൽ ഹാവ് എ ഫേസ് ഓഫ് എറർ. അത് ടു എറർ ഈസ് ഹ്യൂമൻ എന്ന് പറയും. അത് നോർമലാണ്. ഡസൻ മാറ്റർ അത് കൊച്ചാണോ വലുതാണോ ചെറുതാണോ ഭാര്യയാണോ ഭർത്താവാണോ അപ്പനാണോ, ഡസൻ മാറ്റർ. എനി ഹ്യൂമൻ ക്യാൻ എറർ. ആ എററിനുള്ള ചാൻസ് എപ്പോഴും അവരുടെ ജീവിതത്തിൽ കൊടുക്കണം. ആൻഡ് ലെറ്റ് ദം ഫേസ് ഇറ്റ്, ലെറ്റ് ദം ക്രൈ ഓൺ ഇറ്റ്, ലെറ്റ് ദം ബി സാഡ് ഓൺ ഇറ്റ്. എൻ്റെ കൊച്ച് സങ്കടപ്പെടാൻ പാടില്ലെന്ന് പറയരുത്.
അവൾക്ക് കരയാനും ഇട കൊടുക്കണം, അവന് കരയാനും സങ്കടപ്പെടാനും ഇട കൊടുക്കണം. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും, കൺട്രോൾ ചെയ്യാനും അതിനെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് ഉയരാനായിട്ടുള്ള ഇട അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇട അവർക്ക് കൊടുത്തല്ലേ പറ്റൂ. ഇനി ഈ സ്കൂളുകൾക്കകത്തെ കംപ്ലയിൻറ്റുകളുടെ ഭാഗം കേൾക്കുവാണ്. വീണ്ടും ഒരു ഉദാഹരണമാണ്. പക്ഷേ ഈ ഉദാഹരണത്തിനകത്ത് ഈ കൊച്ച് ഭയങ്കര അഗ്രസീവായിട്ട് സ്കൂളിൽ ഇടപെടുന്നു, അതിൻ്റെ കൂടെയുള്ള ആൾക്കാരെ തള്ളിയിടുന്നു, അതിനോട് എന്തെങ്കിലും റഫായിട്ട് കളിയാക്കുകയോ റൂഡായിട്ട് പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇടിക്കുന്നു, ആൾക്കാർ അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരുടെ ഡ്രസ്സ് പഠിച്ച് കീറാൻ ശ്രമിക്കുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെങ്കൊച്ചാണ്, ഇതിങ്ങനെ ബിഹേവ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. സ്കൂളിലോ അല്ല അതിന് മുമ്പത്തെ സ്കൂളുകൾക്കകത്തോ അത് കഴിയാത്ത സ്ഥലങ്ങൾക്കകത്തോ അത് വന്നു പോകുന്ന കൂട്ടുകാർക്കിടയിൽ അതിനെക്കുറിച്ച് ഒരു തെറ്റോ ഒരു അബ്നോർമലായിട്ടോ ഒന്നും പറയാനേ ഇല്ല. എന്തുകൊണ്ട് കൊച്ചി ഇമോഷണൽ ബ്രേക്ക് ഡൗണുകൾക്കകത്ത് ഇങ്ങനെ പെരുമാറുന്ന ആർക്കും അറിയത്തില്ല. ആൻഡ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് സ്കൂളുകാർ വിളിപ്പിക്കും, അവരുടെ ആ മൊറാലിന് വിരുദ്ധമായിട്ടുള്ള അവർ പെരുമാറുന്ന സാധനം തീർച്ചയായിട്ടും അവർ വർത്തമാനം പറയുകയും ആൾക്കാരെ വിളിപ്പിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ സ്കൂളുകാർക്ക് മനസ്സിലായി സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ഈ പേരൻസാണ് ഇതിനുള്ള കഴിവില്ല ഈ കൊച്ചിനോട് സംസാരിച്ചത് കണ്ടുപിടിക്കാൻ വേണ്ടി. അവർ ഗൈഡ് ചെയ്തു. ഇവിടെ തന്നെ ഉള്ള നമ്മുടെ തന്നെ മലയാളം സംസാരിക്കുന്ന, മലയാളം അല്ലായിരുന്നു, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് എന്തുമായിരുന്നു, പക്ഷേ മലയാളി ട്രാൻസ്ലേറ്ററെ കൂട്ടി ഒരു കൗൺസിലറുടെ അടുത്ത് വിട്ടു. അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ലോക്കലിൽ ഉണ്ടായിരുന്ന ആളാണ്. കൗൺസിലിങ്ങിന് പോയി ചോദിച്ചു പിടിച്ചു വന്നപ്പം ആ കൊച്ചു അതിഭീകരമായ ബുള്ളിങ് ഏറ്റുകൊണ്ടിരിക്കുകയാണ് ആ സ്കൂളിനകത്ത്. പക്ഷേ ആകെ 2-3 പേര് കൂടി ചെയ്യുന്ന സാധനം, സ്കൂളിലെ ഷോ ഓഫ് ഗേൾസ്, അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവരുടെ അടുത്തും പോപ്പുലറായിട്ടിരുന്ന ഗേൾസ് ഉണ്ട്. അതെപ്പോഴും എല്ലാ ക്ലാസ്സുകൾക്കകത്ത് എല്ലാ സ്കൂളുകൾക്കകത്ത് അങ്ങനത്തെ ഗ്രൂപ്പ് കാണും. അത് ഈ കൾച്ചറിൻ്റെ ഭാഗമാണത്. ഈ കൊച്ച് അങ്ങനത്തെ ഒരു ബുള്ളിങ്ങിൻ്റെ ഇരയായിരുന്നു. അതാരോടും അതിന് പറയാൻ അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. കാരണം ഇതൊക്കെ വന്ന ആദ്യത്തെ സമയത്തൊക്കെ 1-2 കാര്യങ്ങളിലൂടെ പറയുമ്പം അപ്പനും അമ്മയൊക്കെ അത് നോർമലായിട്ട് എല്ലാ സ്കൂളുകളിലും ഇതൊക്കെ ഉള്ളതല്ലേ കുഞ്ഞെ, നീ ഇപ്പം 6ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിലോട്ട് കയറിയതല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടത്. ഞാൻ പറഞ്ഞതോ കിട്ടിയല്ലോ അല്ലേ, എന്താണ് ക്യാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കൂടെ പോകുന്നൊരു കൊച്ച് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് അതിനറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ വരുന്ന അമർഷവും ദേഷ്യവും കലിപ്പും എവിടെ തീർക്കണമെന്ന്. ഒരു ഇമോഷണൽ ഓപ്റ്റ് ഔട്ടിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഉള്ള ചാൻസ്, ഒരു ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുമ്പം ഇത് മൊത്തത്തോടെ വെളിയിലോട്ട് പൊട്ടി ഇറങ്ങിയങ്ങ് വരും. കൊച്ച് അഗ്രസീവ് ആവും, ബിഹേവ് ചെയ്യുന്ന അബ്നോർമലാവും, അതിൻ്റെ പെരുമാറ്റങ്ങൾക്കകത്ത് വർത്തമാനങ്ങൾക്കകത്ത് അബ്നോർമാലിറ്റി ഉണ്ടാവും. നമ്മൾ ഓർക്കുന്ന ഇതെന്ത് ഇത്രയും നിസ്സാര ഒരു കാര്യത്തിന് അവളുടെ ചോറ്റുപാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത്രയും പറയാനായിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യാനായിരിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ കാണുന്നവർ ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള പ്രോബ്ലം എന്താണെന്ന് തോണ്ടിയെടുക്കാനുള്ള ആൾ വേണം, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. നിങ്ങളുടെ മക്കളോട് പെരുമാറുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടി വന്ന ഒരാളോട് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ സർവീസ് ഫോർ വാട്ട് ഐ എം പേയിങ്, വാട്ട് ഐ എം ഇൻവെസ്റ്റിംഗ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു വർക്കിന് വിളിച്ച ഒരാളോട് ബിഹേവ് ചെയ്യുന്ന രീതിയുണ്ട്. ഐ എം ഡിമാൻഡിങ് തിങ്സ്, ഐ എം മേക്കിംഗ് തിങ്സ് ഓർഡർ, ഐ എം ഗിവിങ് ദ ഓർഡേഴ്സ് എന്നുള്ള പോലെ നിങ്ങളുടെ കൊച്ചിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ബിഹേവ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഉത്തരങ്ങളും നിങ്ങൾക്ക് തിരിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് അവരവരുടെ കാലിൽ നിന്നുകൊണ്ട് അവർ പെരുമാറാനും ബിഹേവ് ചെയ്യാനും ഒരു തീരുമാനം എടുക്കാനും പഠിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളും വളരെ വ്യത്യസ്തവും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഒരു കുട്ടിയും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. നിങ്ങളുടെ വന്യ ആംശമായ നിങ്ങളുടെ ജൂനിയർ യു അല്ലേ, ജൂനിയർ മീ ആണ് കാണുന്നത്. അതിനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യും. സെൽഫ് എസ്റ്റീമോടെ നിങ്ങളെ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ അതിന് അർഹതയുണ്ട്, ആ കൊച്ചിനും അതിനുള്ള അർഹതയുണ്ട്. Let her have the choices, let her have the likes and dislikes, let her disagree on things, let her express her wishes, അല്ലെ ഹിസ് വിഷസ് അല്ലേ. അതൊന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇനി പിള്ളേരെ വളർത്താൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഷീ ഈസ് ഹെൽപ്ലെസ്, ഷീ കാൻ ഡു മെനി തിങ്സ്, ബട്ട് സൂൺ he can decide, he can act on it, he can challenge on things, he can throw out whatever he wants. ഇത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കാം. ഇനി ദയവ് ചെയ്ത് ഇന്ന് ഞാൻ ആകെ പറയാൻ ശ്രമിച്ച കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള. വെറുതെ നമുക്ക് മുള്ളുകൊണ്ട് എടുക്കേണ്ട വസ്തുവിനെ അവസാനം തൂമ്പൗണ്ട് എടുക്കാൻ വയ്യാതെ അവസാനം ആ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും മുറിവും കൂടെ ഉണ്ടാക്കുന്ന ലെവലിലോട്ട് എത്തിക്കരുത്. ഒരു പബ്ലിക് ന്യൂസൻസ് ആക്കി ആൾക്കാരെ മാറ്റരുത്. ഈ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്റ്റൈൽ അത് ഭൂരിഭാഗം അമ്മമാർക്കിടെ കണ്ടുപിടുത്തം. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നതിനകത്ത് എന്നെ ഉണ്ടായി, ഇന്ന ക്ലാസ്സിൽ എന്തുണ്ടായി, ഇന്ന സംഭവത്തെ എന്ത് പഠിപ്പിച്ചു, ഇന്ന കുട്ടികളോട് നിങ്ങളെങ്ങനെ ബിഹേവ് ചെയ്തു. എന്തിനാണ് നിങ്ങളുടെ പിള്ളേരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തേ? What is the benefit behind it?